നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അവലോകന യോഗം നടത്തി. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചുള്ള അവലോകന യോഗം നടന്നു. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും കൂടുന്നതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ കരക്കാരും ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കേട്ടത് ചില ഇടങ്ങളിൽ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില ഒക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പ്രോജക്റ്റിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതെന്താണ് അതിൻ്റെ ബാക്കി വിശദാംശങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. നേരിട്ട് നമുക്കത് മറ്റ് പരിശോധന നടത്താം. ഇവിടെ മഹാശിവരാത്രി ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. എല്ലാവരും അതുപോലെ അത് ഏറ്റെടുക്കുകയും ജനങ്ങൾക്കാകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനങ്ങളാകെ വരാവുന്ന നിലയിൽ ഒഴുകിയെത്തുമ്പോൾ അവർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത നിലയിലേക്ക് മഹാശിവരാത്രി മഹോത്സവത്തെ മാറ്റാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്നോടുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് ദീർഘമായ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് നിരവധിയായ പരിപാടികളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൂർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി. 16 വരെയാണ് നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുണ്ട്. നന്ദിനി സ്വരൂപമാണ് 16 കെട്ടുകാഴ്ചയ്ക്ക് പ്രധാനം. കെട്ടുകാഴ്ചയുടെ വലിപ്പവും രൂപവും ഒക്കെ വ്യത്യസ്തമാണ്. 16 കരയും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എടുത്തു പറയുന്നത് ശിവരാത്രി ഈ വർഷം നേരത്തെയാണ് വന്നത്. ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് കെട്ടുകാഴ്ചകൾ നമ്മുടെ കാഴ്ചക്കണ്ടത്തിൽ അല്ലെങ്കിൽ കാഴ്ച സ്ഥലത്ത് അണിനിരക്കും. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാകെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ചിലത് ആരംഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ നേരെ നോക്കി അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ കഴിയുന്നു. നിരവധി ആൾക്കാരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെയും ത്യാഗമനോഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ക്ഷേത്ര വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ, ഖജാൻജി എസ് ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ്, വിവിധ കരകളിലെ കരനാഥന്മാർ, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളായ വന്ദന സുരേഷ്, അനിൽ പാറ്റൂർ, അശോക് ബാബു എന്നിവരും വിവിധ വകുപ്പ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്